കഴുകിയ വെള്ളം സംസമാണ്. കാരണം അത് വലിയ ബറക്കത്തുള്ള വെള്ളമാണ്. അതെവിടെ? അതെന്തേ അതിന്റെ ബറക്കത്ത്? ഞാൻ പറയണോ? ഏത് യുക്തിവാദി വരട്ടെ, ഏത് മതവിരോധി വരട്ടെ, ചോദിക്കട്ടെ, അതുപോലൊരു കിണർ ലോകത്തെവിടെയെങ്കിലും കാണിച്ചു തരുമോ? എവിടെയാണത്? മക്കയിലാണ്. 4 ഭാഗം മരുഭൂമിയാണ്, തൊട്ടടുത്ത് മുഴുവനും പാറക്കെട്ടാണ്. അതേ, അതൊരു കടലിന്റെ വക്കിലല്ല, പുഴവക്കിലല്ല. വെള്ളത്തിന്റെ ചാൻസ് ഒന്നും അവിടെ ഇല്ല. അവിടെ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ കിണർ. ആ കിണറ്റിൽ നിന്ന് ഒരു വർഷം എത്ര ആളാ വെള്ളമെടുക്കുന്നത്? എത്ര കോടികളാ കുടിക്കുന്നത്? എത്ര കോടികളാ എടുത്തു കൊണ്ടുപോകുന്നത്? എന്റെ വീടിന്റെ കിണർ, ആ കിണർ പുഴവക്കിലാണെങ്കിലും എന്റെ വീട്ടിൽ ഒരു 4, 5, 1000 ആളുകൾ വന്നൊരു കല്യാണം നടക്കുമ്പോഴേക്ക് കിണറ്റിലെ വെള്ളം തീർന്നു പോയി. ഇത് 5000 അല്ല കേട്ടോ, 5 ലക്ഷമല്ല കേട്ടോ, 5 കോടിയല്ല കേട്ടോ. ഒരു കൊല്ലത്തിൽ മൊത്തത്തിൽ വരുന്ന ജനങ്ങളെ എണ്ണം എത്രയാണ്? എല്ലാവരും കുടിക്കുക മാത്രമല്ല, കുടിച്ചതിനേക്കാൾ കൂടുതൽ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ആ വെള്ളത്തിനൊരു കുറവുമില്ല, ആ വെള്ളത്തിനൊരു മാറ്റവുമില്ല, ആ വെള്ളത്തിനൊരു കേടുമില്ല. കുടിച്ചതിന് ഫലം കിട്ടുന്ന വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിക്ർ സുന്നത്തുണ്ടേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അൻ ഹബീബിക വറസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഉ സംസം ലിമാ ശുരിബ ലഹു. അല്ലാഹുമ്മ ഇന്നി അസ്റബു മാ സംസം ഹാദാ. അല്ലാഹുവിനോട് പറയുന്ന ഒരു ദിക്റാണ്. അല്ലാഹുവേ, ഹബീബ് നബി തങ്ങളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സംസം വെള്ളം എന്തിനു കുടിച്ചോ കുടിച്ചത് ലഭിക്കുമെന്ന്. ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ഇന്ന ഉദ്ദേശത്തിനാണ്. ഒന്നുകിൽ എന്റെ രോഗം മാറാൻ, അല്ലെങ്കിൽ എന്റെ ബാപ്പയുടെ രോഗം മാറാൻ. ഇത് ഞാൻ കുടിച്ചാ ബാപ്പാന്റെ രോഗം മാറും എന്നുള്ള സംശയമൊന്നും മുസ്ലിമേക്ക് വേണ്ട. സംസം വെള്ളം രോഗം മാറ്റുന്നില്ല, അള്ളയാ മാറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ഡോക്ടറും മാറ്റുന്നില്ല, മന്ത്രവും മാറ്റുന്നില്ല, മുസ്ലിയാരും മാറ്റുന്നില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഇതൊക്കെ നിമിത്തങ്ങളാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, സംസം എന്തിനു വേണ്ടി കുടിച്ചോ? ഫലമെന്നാണ്. ഞാൻ എൻ്റെ ശിഷ്യനായ അതേ ഒരു സഖാഫി, അച്ചാവരം സഖാഫി, അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞു. സംസം വെള്ളം എപ്പോഴും സിറാജുൽ ഹുദയിൽ സൂക്ഷിക്കാറുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇന്ന് ഞാൻ ഒരാൾക്ക് സംസം വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സംസമിൽ നിന്ന് കുറച്ചെടുത്തു. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ ഫലമല്ലേ? അതെല്ലാറ്റിനും ശിഫയല്ലേ? ഖുർആൻ തന്നെ ശിഫയല്ലേ? അതിൽ മന്ത്രിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. അതേ സഖാഫി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉമ്മയുടെ ക്യാൻസർ രോഗം മാറിപ്പോയി. ഈ അടുത്തത് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ അടുത്തന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഉമ്മ ഇപ്പോൾ വഫാത്തായി. സമയമെത്തിയാൽ ആരും മരണപ്പെടുമല്ലോ. അല്ലാഹു ആ ഉമ്മക്ക് ഖബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, സംസം അത് വല്ലാത്ത ഫലമുള്ളതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവറാണ് സംസമിന്റെയും പവർ. അതെന്തേ? ഹബീബ് നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശം, അതേ ആ അംശമുള്ള ഒരു കുട്ടി, അത് ഉപ്പാപ്പയായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇസ്മായിൽ നബിയുടെ ശരീരത്തിൽ ഹബീബ് നബി തങ്ങളുടെ ചെറിയൊരു അംശമുള്ള കാലം, ആ കുട്ടി കാലടിച്ചപ്പോൾ അവിടുന്ന് കിടന്ന സ്ഥലത്ത് പൊട്ടിയൊലിച്ച വെള്ളമാണ് സംസം. ആ വെള്ളം ഉമ്മ വന്നിട്ട് ഇങ്ങനെ തടാകമാക്കി കെട്ടി നിർത്തിയതാണ്. അതിങ്ങനെ ഒഴുകി ഒഴുകി വന്നതാണ്. അതേ, ആ കെട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒലിച്ചു നീങ്ങുമായിരുന്നു എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ആ സംസമുണ്ടല്ലോ, കോടികൾ എടുത്തിട്ടും തീരാത്ത ഈ വെള്ളം, അതുപോലെ ഒരു വെള്ളം ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? അതേ, ഫീ ആയാ
ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. കഅബയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞില്ലേ, അവിടെ ധാരാളം തെളിവുകളുണ്ട്. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ അറിയിക്കുന്ന, ഇത് റബ്ബിന്റെ വീടാണെന്ന് അറിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് അവിടെ.